ഗെസ് ഞാനിപ്പോൾ പോകുന്നത് എൻ്റെ അളിയൻ്റെ വീട്ടിലേക്കാണ്. ബാഗിൽ നിന്ന് കുറച്ച് ചക്കയും മാങ്ങയും തേങ്ങയാണ്. നമ്മളൊരു സ്ഥലത്തേക്ക് പോകുമ്പോൾ വെറുതെ കൈകൊണ്ട് പോകാൻ പറ്റില്ലല്ലോ. അതാണ് ഇതൊക്കെ കയറ്റി വെച്ചിട്ടുള്ളത്. അത് ബാഗിലാക്കി കെട്ടി വയ്ക്കിയപ്പോൾ ഒടുക്കത്തെ വെയിറ്റ്. ഇനി കടയിൽ പോയിട്ട് വേറെ എന്തൊക്കെയോ വാങ്ങാനും ഉണ്ട്. അങ്ങനെ വേഗം തോളിലിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് തൊട്ടപ്പുറത്തെ പറമ്പിൽ മയിൽ വന്ന് നിൽക്കുന്നത്. ഞാനാണെങ്കിൽ മയിൽ ഇപ്പം പീലി വിടുത്ത് ഇപ്പം വിളിച്ചിരുന്ന് കുറേ നേരം നിൽക്കണം. മയിലിൻ്റെ പാടാണെങ്കിൽ ഞാനൊന്നും പീലിപ്പോൾ വിടത്തില്ല, നീ നിൻ്റെ പണി നോക്കി പോടാന്നുള്ള മട്ടിലാണ് മയിലിരിക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ പാടം നോക്കി പിന്നെ ഇന്ന് ഞാൻ മാത്രമല്ല, എൻ്റെ കൂടെ ഉമ്മയുണ്ട്. ഉമ്മയാണെങ്കിൽ ഫോട്ടോയൊക്കെയാണ് പോസ്റ്റ് ചെയ്തത്. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്നത്. എന്ത് ചെയ്യാൻ, ഉമ്മക്ക് അറിയണ്ടായിരുന്നില്ലേ, പാവം. പിന്നെ ഞാൻ വെറും കയ്യിലല്ല നടക്കണം, എൻ്റെ കയ്യിൽ വേറൊരു സാധനമുണ്ട്. ഇതാണ് ആ സാധനം, ഹെൽമെറ്റ്. വേറൊന്നുമല്ല, ഒരു വണ്ടി കണ്ടു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വണ്ടി എടുക്കാനായിട്ടാണ് മെയിനായിട്ട് പോണത്. പോണ വഴിക്ക് ഉമ്മയാണെങ്കിൽ ഒരു 100 ചോദ്യങ്ങൾ. വണ്ടി എങ്ങനെയാണ്, പൊക്കം കൂടിയ വണ്ടിയാണോ കുറഞ്ഞ വണ്ടിയാണോ, വലിയ വണ്ടി ഒന്നും എടുക്കണ്ട, കഴിഞ്ഞ പ്രാവശ്യം പൊക്കം കൂടിയ വണ്ടി വന്ന് വീണിട്ട് കുറച്ച് പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഉമ്മക്കൊരു പേടി. ആ ചെയർമിരുന്ന് വായിലുള്ള എല്ലാ പല്ലും പുറത്തോട്ട് അടിച്ചിരിക്കുന്ന ആളാണ് എൻ്റെ പെങ്ങളുടെ ആദ്യത്തെ ട്രോഫി. ആളെ കാണുമ്പോൾ കുറച്ച് സൈലൻ്റ് ആണെങ്കിലും പക്ഷേ ആൾ കുറച്ച് വയലൻ്റ് ആണ്. ഉമ്മാൻ്റെ മടിയിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അറിഞ്ഞു പറഞ്ഞു നോക്കുന്ന ആളാണ് രണ്ടാമത്തെ ട്രോഫി, അനീസ. അത് പറഞ്ഞപ്പോൾ ഇപ്പോഴാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് തന്നെ കണ്ണൂർട്ടി പേടിപ്പിക്കുകയാണ്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ഫുഡ് കഴിച്ചപ്പോൾ നല്ല ചൂടിന് കഴിച്ചോറ്, നല്ല നെയ്യുള്ള മട്ടൻ കറി ആയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിച്ച് നമ്മളവിടെ നിന്ന് ഇറങ്ങി. അപ്പം നമ്മൾ എടുത്ത വണ്ടി ഇതാണ്, ഗ്ലാമർ. നമ്മുടെ ചെറിയ ചെറിയ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തൊരു വണ്ടിയാണിത്. വലിയ പവറൊന്നുമില്ല, നോർമൽ യൂസിന് പറ്റിയൊരു വണ്ടി. അപ്പോൾ ഏതായാലും ഞാൻ അടുത്തൊരു ബ്ലോഗിൽ കാണാം. ബൈ ഗൈസ്.